ഹലോ, അപ്പോൾ നമ്മുടെ ഹംപിയിലെ ഡേ 2 ആണിന്ന്. നമ്മളിത് സൺറൈസ് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി സൺറൈസൊക്കെ കണ്ട് നമ്മുടെ ഹംപിയിലെ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഹേമകൂട ഹില്ലിലാണ് സൺറൈസ് കാണാൻ വന്നത്. ഹേമകൂട ഹില്ലിന് താഴെയാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിരൂപാക്ഷ ടെമ്പിൾ കാണാം. വിരൂപാക്ഷ ടെമ്പിളിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഹംപിയിൽ സൺറൈസ് ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലമാണ് ഹേമകൂട ഹിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ മാത്തങ്ക ഹിൽ സൺസെറ്റ് കാണാൻ പോയിരുന്നു. മാത്തങ്ക ഹില്ലിനും സൺറൈസ് ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. അവിടെ എത്താൻ കുറച്ച് ട്രെക്കിംഗ് ഉണ്ട്, പക്ഷേ ഹേമകൂട ഹില്ലിൽ എത്താൻ അത്ര ബുദ്ധിമുട്ടില്ല. വിരൂപാക്ഷ ടെമ്പിളിനടുത്താണ് ഈ ഒരു ഹേമകൂട ഹില്ലുള്ളത്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, കവാടങ്ങൾ, പവലിയനുകൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഞ്ജനേയ ടെമ്പിളാണ്. ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് 2 ചെമ്പകത്തിൻ്റെ മരങ്ങൾ കാണാം. ചെറിയൊരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം ഒരുപാട് ഫോട്ടോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചകളാണിത്. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഓരോരോ നിർമ്മിതികൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ഓരോ ക്ഷേത്രങ്ങളും 9ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നിർമ്മിച്ചതാണ്. വിജയനഗര സാമ്രാജ്യത്തിന് മുൻപുള്ളതും വിജയനഗര കാലഘട്ടത്തിലെയുമായിട്ടുള്ള പുരാതന ക്ഷേത്രങ്ങളാണിത്. ഹേമകൂട ഹില്ലിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് ഹേമകൂട ഹില്ലിൽ വെച്ചാണ് ശിവൻ പമ്പ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. പാർവതിയുടെ മറ്റൊരു പേരാണ് പമ്പ. ഈ ഒരു സമയത്ത് ഇവിടെ സ്വർണ്ണമഴ പെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സംസ്കൃതത്തിൽ സ്വർണം ഹേമ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഹേമകൂടം എന്ന് പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതൊക്കെ ഹേമകൂട ഹില്ലിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കഥകളാണ്. ആഞ്ജനേയ ടെമ്പിൾ കണ്ടു. ഇപ്പൊ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കൊത്തുപണികൾ കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെയുള്ള ഓരോ തൂണുകളിലും പാറക്കല്ലുകളിലും നമുക്ക് അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാണാനായിട്ട് സാധിക്കും. ഹേമകൂട ഹില്ലിലെ മറ്റൊരു നിർമ്മിതിയാണിത്. ഒരുപാട് തൂണുകളോട് കൂടി ഒരു ചതുരാകൃതിയൊക്കെ തോന്നിപ്പിക്കുന്ന ഒന്നാണിത്. ഹേമകൂട ഹില്ലിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ ഹംപിയിലെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വിജയനഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രത്യേക ശൈലിയുണ്ട്. മുകളിലെ കാഴ്ചകൾ കണ്ടു നമ്മളിനി താഴേക്ക് ഇറങ്ങാണ്. മണ്ഡപങ്ങൾക്കുള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. മുകളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനാകില്ല. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയും കുറച്ച് നിർമ്മിതികൾ കാണാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇതിൻ്റെയൊക്കെ ആർക്കിടെക്ചേഴ്സ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ജൈന ക്ഷേത്രങ്ങളുടെ ഇതിന് സമാനമായിട്ടുള്ള വാസ്തുവിദ്യയാണ് ഇവിടെയുള്ളത്. ഇതൊരു ഒതുങ്ങിയ രീതിയിലുള്ള ട്രിപ്പിൾ ചാമ്പേർഡ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ റൂഫ് പിരമിഡ് ആകൃതിയിലാണ്. ഇതൊക്കെ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് വായിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹംപിയിൽ വരുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹേമകൂട ഹിൽ. ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ആ ഒരു സമയത്ത് ഇവിടെ വരാം. ഹേമകൂട ഹിൽ കണ്ടു. നമ്മളിപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. ഓരോ സൈഡിലും നമുക്ക് ഓരോരോ നിർമ്മിതികൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒന്നും മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ താഴെ വിരൂപാക്ഷ ടെമ്പിളിനടുത്തെത്തി. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഓൾറെഡി ടെമ്പിളിൽ പോയതുകൊണ്ട് ഇന്ന് അകത്തേക്ക് കയറുന്നില്ല. കുറച്ചു നേരം ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. റൂം വെക്കേറ്റ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്താണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. നടന്നാണ് കേട്ടോ റിവർ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തുംഗഭദ്ര നദിയിൽ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങാണ്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരേക്ക് നോക്കുമ്പോൾ കുറച്ച് പേര് റിവർ ക്രോസ് ചെയ്ത് ഇവിടേക്ക് വരുന്നത് കാണാം. ചരിത്രകാലത്ത് വരദ നദി എന്നാണ് തുംഗഭദ്ര അറിയപ്പെട്ടിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന ജലസ്രോതസ്സായിരുന്നു തുംഗഭദ്ര. കൃഷിക്കും വ്യവസായത്തിനെല്ലാം തുംഗഭദ്രയാണ് ആശ്രയിച്ചിരുന്നത്. കുറച്ച് പേര് റിവർ ക്രോസ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് വരുന്നുണ്ട്. അവരിവിടെ എത്തിയതിനു ശേഷം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം.
അങ്ങനെ നമ്മളിതാ തുംഗഭദ്ര ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിവർ ക്രോസിംഗ് അടിപൊളിയാണ് കേട്ടോ, ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ മാർച്ച് മാസമാണ്, ഈ ഒരു സീസണിൽ വന്നാൽ നമുക്ക് തുംഗഭദ്ര റിവറിലൂടെ ഇതുപോലെ നടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. നല്ല വെള്ളമുള്ള സീസണിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല, പകരം ഏകദേശം 20 കിലോമീറ്ററോളം ചുറ്റി വേണം നമുക്ക് ആ ഒരു സൈഡിലെത്താൻ. റിവർ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണുള്ളത്. നമ്മളങ്ങനെ ഈ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. റിവർ ക്രോസ് ചെയ്യാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് തുംഗഭദ്രയുടെ ഈ ഒരു സൈഡിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇനി വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല. ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഇന്ന് തന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. തുംഗഭദ്രയുടെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം വെള്ളമുണ്ട്, ഒരു കുട്ടവഞ്ചിയൊക്കെ കാണാനുണ്ട്. അതുപോലെ നേരത്തെ കണ്ട ആ ഒരു ബോട്ടും ഉണ്ട്, പക്ഷെ ആളുകളെ ഒന്നും കാണാനില്ല. പിന്നെ ഈ ഒരു തുംഗഭദ്രയ്ക്ക് 2 പ്രധാന കൈവഴികളാണ് ഉള്ളത്, തുംഗ നദിയും ഭദ്ര നദിയും. തുംഗ നദി കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരു ജില്ലയിൽ നിന്നും ഭദ്ര നദി കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. പിന്നീട് ഈ 2 നദികളും ഷിമോഗ ജില്ലയിലെ കുഡ്ലിക്ക് സമീപം സംഗമിച്ചാണ് തുംഗഭദ്ര നദിയായിട്ട് മാറുന്നത്. ഇവിടെ നിന്ന് ഓട്ടോയിലാണ് നമ്മളിനി പോകുന്നത്. ഓട്ടോ ചാർജ് 3 പേർക്ക് 800 രൂപയാണ്. ഓട്ടോ എടുത്തപ്പോഴാണെങ്കിലും റൂം എടുത്തപ്പോഴൊക്കെ അതിൻ്റെയൊക്കെ റേറ്റ് അവർ അത്യാവശ്യം കൂട്ടി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഇവിടെ സൈക്കിൾ റെൻറ്റിന് കിട്ടും. 160 രൂപയ്ക്കാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. സൈക്കിൾ മാത്രമല്ല ബൈക്കും അവൈലബിൾ ആണ്. 500 രൂപയാണ് ബൈക്കിന് ഒരു ദിവസത്തേക്ക് റെൻറ്റ് വരുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിരുവാപൂർ ഗ്രാമത്തിലൂടെയാണ്. ഈ ഒരു സ്ഥലം ഹിപ്പി ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹംപി 2 സൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ആ ഒരു ഹെറിറ്റേജ് സൈഡാണ്. അവിടെ നമ്മൾ മോണിമെന്റ്സ്, ടെമ്പിൾസ് ആണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നെൽവയലുകളും വാട്ടർഫോൾസും തടാകങ്ങളും കനാലുകളും ഒക്കെയാണ്. ആദ്യം തന്നെ സനാപൂർ വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ഗ്രാമത്തിലൂടെയുള്ള ഈ ഒരു റൈഡ് ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സമ്മർ ആണെങ്കിലും നെൽവയലുകളൊക്കെ പച്ച വിരിച്ച് നിൽക്കുന്നുണ്ട്. റോഡ് സൈഡുകളിലൊക്കെ വിളവെടുത്തിട്ടുള്ള നെല്ല് ഇതുപോലെ ഇങ്ങനെ വെച്ചത് കാണാം. ഇവിടെയൊക്കെ ഒരുപാട് നെൽവയലുകളുണ്ട്. സമ്മർ ആയതുകൊണ്ട് ഇതുപോലുള്ള കാഴ്ചകൾ ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നെൽവയലുകളൊക്കെ പച്ച വിരിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. വരുന്ന വഴികളിലൊക്കെ കനാലുകൾ കാണാനായിട്ട് കഴിയും. റോഡ് സൈഡുകളിൽ നെൽവയലുകളോട് ചേർന്നാണ് കനാൽസ് ഉള്ളത്. കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സമ്മർ ആണെങ്കിലും ഇതിലൊക്കെ അത്യാവശ്യം വെള്ളം കാണാനുണ്ട്. സൈക്കിൾ അല്ലെങ്കിൽ ബൈക്കൊക്കെ റെന്റ് എടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടുപോകാം. പിന്നെ ഈ ഒരു വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയിൽ വന്നത്. ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്നുകൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് റെന്റിന് എടുത്ത് ഈ ഒരു ഗ്രാമങ്ങളൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഹംപിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമുക്കറിയായിരുന്നു ക്ലൈമറ്റ് അത്യാവശ്യം ചൂടാണെന്ന്. കാരണം മാർച്ച് മാസമാണ് നമ്മളിവിടെ വന്നത്. പിന്നെ ഒരുപാട് നാളായിട്ട് ഹംപി വരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സിറ്റുവേഷൻസ് ഓക്കെ ആയി വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഹംപിയിലേക്ക് വന്നു. സനാപൂർ വാട്ടർഫോൾസ് എത്തുന്നതിന് മുൻപുള്ള ഒരു കാഴ്ചയാണിത്. സനാപൂർ വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ പാറക്കൂട്ടങ്ങളാണ്. അതിനിടയിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ സനാപൂർ വാട്ടർഫോൾസിനടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളിത് താഴേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തണം. കുറച്ച് പേരൊക്കെ അവിടെ കാണാനുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയൊന്നുമില്ല കേട്ടോ, ഫുൾ ഈ ഒരു പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ അതിനിടയിലൂടെ നമ്മളിത് ശ്രദ്ധിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാണ്. താഴെ എത്തിയിട്ടുണ്ട്. തുംഗഭദ്ര നദിയുടെ ഭാഗമാണ് സനാപൂർ വാട്ടർഫോൾസ്. ഇവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആളുകൾ ക്ലിഫ് ജമ്പിങ്ങും കോറക്കൽ റൈഡും ഒക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മളും ഈ ഒരു കോറക്കൽ റൈഡ് പോകാമെന്ന് വിചാരിക്കുകയാണ്.
കോറക്കൽ റൈഡ്, നമ്മുടെ കുട്ടവഞ്ചി യാത്ര. ഈ ഒരു കുട്ടവഞ്ചി യാത്രയ്ക്ക് അവർ നല്ല റേറ്റ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ് 3 പേർക്ക് 800 രൂപ ആക്കി തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുട്ടവഞ്ചിയിൽ പോയിട്ടുണ്ട്, എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് പേര് ക്ലിഫ് ജമ്പിങ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് സ്വിം ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് അതിനിടയിലൂടെ ഇങ്ങനെ പോവാണ്. കുട്ടവഞ്ചിയിൽ പോയിട്ടുള്ളവർക്കാരും ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു സൈഡിൽ ക്യാമറ പിടിക്കുമ്പോഴേക്കും അത് റൗണ്ട് ചെയ്ത് മറ്റൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കുറച്ച് പേര് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ വീഡിയോയ്ക്ക് ഹായ് പറയുകയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ഭയങ്കര റിലീഫാണ്. ഈ ഒരു ചൂടിൽ ഇവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യാനും സ്വിം ചെയ്യാനും ശരിക്ക് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഇവിടെയുണ്ട്. സമ്മർ ആണെങ്കിലും ഇവിടെ നല്ല വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നു റെയിനി സീസണൊക്കെ ആകുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറഞ്ഞൊഴുകായിരിക്കും. പിന്നെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ഒരു റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടവഞ്ചി റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറുതായിട്ടൊന്ന് തല ഇറങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ വാട്ടർഫോൾസിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് സനാപൂർ വാട്ടർഫോൾസ്. ചെറിയൊരു വാട്ടർഫോൾസ് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വാട്ടർഫോൾസിന് ബാക്കിലായിട്ട് മലനിരകളൊക്കെ കാണാം. ഇതുവരെയാണ് നമ്മുടെ കോറക്കൽ റൈഡ് ഉള്ളത്. ഇവിടെ കുറച്ച് നേരം ഇതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. വാട്ടർഫോൾസൊക്കെ കണ്ടു നമ്മളിത് തിരിച്ചു പോവാണ്. ഇത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനും ഈ ഒരു റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോറക്കൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇനി നമ്മൾ സനാപൂർ ലേക്ക് കാണാൻ പോവാണ്. വാട്ടർഫോൾസിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് ലേക്കിലേക്കുള്ളത്. ഈ ഒരു ലേക്ക് തുംഗഭദ്ര ഡാമിൻ്റെ കനാൽ സിസ്റ്റമാണ്. കനാലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്നതാണ്. മുകളിലെത്തി. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ക്ലോസ്ഡ് ആണ്, എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, റിട്ടേൺ പോവാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു, പക്ഷേ നമുക്കതെല്ലാം മിസ്സായി. ചെറിയൊരു വിഷമമുണ്ട്. സാരില്ല, നമ്മൾ വീണ്ടും ഹംപിയിൽ വരും, ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളൊരു ഹോപ്പിൽ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഈ ഓട്ടോയിൽ നിന്നുള്ള ഈ ഒരു ലേക്ക് വ്യൂ മാത്രമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ആഞ്ജനാദ്രി ഹിൽസിലേക്കാണ് പോകുന്ന വഴിയിൽ ഈ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടപ്പോൾ വണ്ടി നിർത്തി ഇവിടേക്ക് വന്നതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അവരോടൊക്കെ സംസാരിച്ചു. ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ. അവർക്കും നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവരോട് ബൈ പറഞ്ഞ് നമ്മൾ ഇനി ആഞ്ജനാദ്രി ഹിൽസിലേക്ക് പോവാണ്. അഞ്ജനാദ്രി ഹിൽസിന് താഴെ എത്തി. ഇനി മുകളിലേക്ക് കയറണം. നമ്മുടെ ഹംപി യാത്രയിലെ ഫൈനൽ ലൊക്കേഷനാണിത്. സനാപൂർ ലേക്ക് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടേക്കാണ് വന്നത്. ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് മുകളിലേക്ക് കയറാനാണ് നമ്മുടെ പ്ലാൻ. അഞ്ജനാദ്രി ഹിൽസിന് താഴെ ഇതുപോലെ ഒരുപാട് നെൽവയലുകളുണ്ട്. സമ്മർ ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ ഒരുപാട് മലനിരകളൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ ഇതാണ് കേട്ടോ അഞ്ജനാദ്രി ഹിൽസ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം കയറാനുണ്ട്. ഇപ്പോൾ മുകളിൽ നല്ല വെയിലാണ്, അതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് മുകളിലേക്ക് കയറാണ്. ഏകദേശം 575 പടികൾ കയറി വേണം മുകളിലെത്താൻ. അഞ്ജനാദ്രി ഹിൽസ് ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആയിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അഞ്ജനാദ്രി ഹില്ലിലാണ് അഞ്ജനാ മാതാവിന് ഹനുമാൻ ജനിച്ചത്. നമ്മളിത് മുകളിലേക്ക് കയറാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് പേര് ഈ ഒരു അഞ്ജനാദ്രി ഹിൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ 575 പടികളൊക്കെ കയറി നമ്മളിതാ മുകളിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്സ് കയറാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് ടയേർഡാവും, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് മെല്ലെ മെല്ലെ കയറിയാൽ മതി. ഈ ഒരു അഞ്ജനാദ്രി ഹില്ലിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇവിടെ ഹനുമാന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളൊരു ഉച്ച സമയത്താണ് അഞ്ജനാദ്രി ഹിൽ കയറിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടുമാണ്. ഇവിടെ വരുന്നവർ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരുന്നതാണ് നല്ലത്. നമുക്ക് ഇന്ന് തന്നെ റിട്ടേൺ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ കയറിയത്. ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിത് മുകളിലേക്ക് കയറാണ്. ഇതാണ് അഞ്ജനാദ്രി ഹിൽസിലുള്ള ഹനുമാൻ ടെമ്പിൾ. ഈ ഒരു ഗ്രാമത്തിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് മറ്റു കുന്നുകളും നെൽവയലുകളും തുംഗഭദ്ര നദിയും തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ സൺറൈസ് ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അഞ്ജനാദ്രി ഹിൽസ്. പക്ഷേ ഉച്ചയായതുകൊണ്ട് അധികം നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ടയേർഡ് ആകുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നവർ മാക്സിമം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരാനായിട്ട് ശ്രമിക്കണം. പുരാണങ്ങളിൽ ഈ ഒരു ഗ്രാമം കിഷ്കിന്ദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അഞ്ജനാദ്രി ഹിൽസ് എല്ലാം കിഷ്കിന്ദയുടെ ഭാഗമാണ്. രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാനരരുടെ രാജ്യമായിരുന്നു കിഷ്കിന്ദ. ശ്രീരാമൻ ആദ്യമായി ഹനുമാനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ഈ ഗ്രാമം എന്നും വിശ്വസിക്കപ്പെടുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്താണ് അഞ്ജനാദ്രി ഹിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിനി താഴേക്ക് ഇറങ്ങാണ്. സൺസെറ്റ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്കും ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് നമ്മളിനി ഇവിടെ നിൽക്കുന്നില്ല, താഴേക്ക് ഇറങ്ങാണ്. നമ്മൾ മെല്ലെ മെല്ലെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. മുകളിലേക്ക് വന്നതുപോലെ തന്നെ 575 പടികൾ ഇറങ്ങി വേണം നമുക്ക് താഴെ എത്താനായിട്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കാനായിട്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ താഴെ എത്തി. ഇവിടെ ഒരുപാട് കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോവാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഹോസ്പേട്ട് എത്തണം. അഞ്ജനാദ്രി ഹിൽസിന് താഴെ നിന്ന് നമുക്കൊരു ഷെയർ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ബസ് കിട്ടുന്ന ആ ഒരു സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് മനോഹരമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ 2 ദിവസത്തെ ഹംപി യാത്ര ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഈ ഒരു 2 ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പോവാനുണ്ട്. വീണ്ടും ഇവിടെ വരണം. നമ്മൾ മിസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. യാത്രകളെ സ്നേഹിക്കുന്ന ഒരാൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് ഹംപി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാഹസികതയുടെയും ഒരു മിക്സാണ് ഹംപി. ഹംപി ഈസ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയാം. ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല കാഴ്ചകളും അനുഭവങ്ങളും ഓർമ്മകളുമാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടിയത്. ഹൊസ്പേട്ടിൽ നിന്ന് രാത്രി 9:10 ഹംപി എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മൈസൂർ വരെയാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത്. റിട്ടേൺ ടിക്കറ്റ് എല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൈസൂരിൽ നിന്ന് KSRTC ബസ്സിൽ കോഴിക്കോടിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹംപി യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.